ഭാഗത്തും ആകണം. അപ്പോൾ നമ്മളിത് മീനായത് കാരണം നല്ലതുപോലെ അങ്ങ് കുഴച്ചെടുക്കേണ്ട കാര്യമല്ല. എല്ലാ ഭാഗത്തും ഈ മസാല എല്ലാ ഭാഗത്തും ആകണം. പിന്നെ ഇതോടൊപ്പം തന്നെ ഇനി നമുക്കിതിലോട്ട് പിന്നെ കുടംപുളി. അപ്പോൾ ഞാൻ 2 പീസ് കുടംപുളി ഇത്തിരി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ട്, ആ വെള്ളത്തോട് കൂടി. അപ്പോൾ വേറെ വെള്ളമൊന്നും നമ്മളിതിൽ അധികം ചേർക്കുന്നില്ല. കുറച്ച് കുടംപുളി ചേർത്ത വെള്ളമാണ് ഇതിലോട്ട് ചേർക്കുന്നത്. 2 പീസ് കുടംപുളി കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്താൻ വെച്ച വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി വെച്ച് കൊടുക്കുക. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതാ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. കലക്കി എടുത്തപ്പോൾ നമ്മുടെ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇതേപോലെ തന്നെ അങ്ങ് അടുപ്പിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, പുളി എല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ച് കൊടുക്കുക. ഒരു അടപ്പിട്ട് അടച്ചു കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് തിളയ്ക്കുന്നുണ്ട്. ഈ തിളയ്ക്കുന്ന സമയത്തിന് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു സ്പൂൺ കൊണ്ട് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ഞാൻ